ഇതല്ലേ ആർത്തിരമ്പി പോകുന്ന പുഴ. എന്ത് ഭംഗിയിലേക്ക് പോകണറിയോ. ഇതിൻ്റെ ഈ പുഴയിൽ നിന്നുള്ള തന്നെയാണ് വഴി തന്നെയാണ് നമ്മുടെ ആ കാണുന്നത് കേട്ടോ. ഈ പുഴ ഇങ്ങനെ വന്ന് കയറിയിട്ട് ഇത് ഏറ്റവും മേലെ കരുവാരുണ്ട്, എന്താ പറയുക, കരുവാരുണ്ടാണിത്. അല്ല, കരുവാരുണ്ടല്ല, കാളികാവ്. ഇതങ്ങനെ ചുറ്റി വരികയാണ്. ഇതിങ്ങനെ കണ്ടിരിക്കാൻ ഭയങ്കര രസമല്ലേ. അടിപൊളി ഒരു വെള്ളച്ചാട്ടം കേട്ടോ. ഈ വെള്ളച്ചാട്ടത്തിൻ്റെ തൊട്ടടുത്ത് ഒരു സൂപ്പർ ഒരു വീട്. അത് നമുക്ക് എന്താ പറയുക, ഒരു നിമിത്തം പോലെ കിട്ടിയെന്നൊക്കെ പറയില്ലേ. ഒരു പുഴ ഇട്ടത്, അടിപൊളി ഒരു പുഴ. ഈ പുഴേൻ്റെ വെള്ളം ഇങ്ങനെ പോയി അല്ലേ. ഒരു നേരെ മുന്നിൽ ഇങ്ങനെ തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു അടിപൊളി ഒരു വീട്, ഒരു സൂപ്പർ ഒരു വീട്. നല്ലൊരു ഓടിട്ടൊരു സൂപ്പർ വീട്. നാണിയേട്ടൻ്റെ വീടാണിത്. നാണിയേട്ടൻ്റെ നല്ല അടിപൊളിയായിട്ടൊരു ഓടിട്ടൊരു വീട്. ഓടിട്ട വീടിൻ്റെ ഫ്രണ്ടിൽ ഞാൻ പറഞ്ഞില്ലേ, ഇതേപോലെ ഇങ്ങനെ പുഴ ഇങ്ങനെ എടുത്ത് കാണിക്കുന്നത് നല്ല ഭംഗിയിൽ കാണുന്നുണ്ട്. ഇവിടെ ഇരുന്ന് നല്ല വ്യൂ ഒക്കെ കാണാൻ പറ്റിയൊരു ഏരിയയാണിത്. നാണിയേട്ടൻ്റെ വീട്ടിൽ ഒരു മോനുണ്ട്, 3 മക്കളാണ് ഇവിടെ ഉള്ളത്. എന്താ പേര്? ആദി. നല്ല പേരാണല്ലോ. ആദി ആദം, നല്ല പേരാണല്ലോ. ഇവിടെ ഇരുന്ന് നമുക്ക് പുഴയ്ക്ക് കാണാനുള്ള കാഴ്ചയൊക്കെ കാണാനുള്ള സ്ഥലമുണ്ട്. നല്ല അടിപൊളിയായിട്ട് പുഴ കാണാൻ പറ്റും. ഇതിൻ്റെ മുറ്റം കുറച്ച് ഇതുണ്ട്, മുറ്റം കുറച്ച് ഏരിയ ഉണ്ട്. അത് കഴിഞ്ഞ് നേരെ നമ്മൾ അകത്തേക്ക് കിടക്കുകയാണെങ്കിൽ, അകത്തേക്ക് കയറി കഴിഞ്ഞാൽ, കയറി വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇതാക്കുന്ന ഒരു ബെഡ്റൂം. ഈ ബെഡ്റൂമിൻ്റെ മുകളിൽ സീൽ ചെയ്തിട്ടുണ്ട്. സീൽ ചെയ്തത് വൈറ്റ് കളറിൽ അടിച്ചിട്ടാണ്, വി ബോർഡാണ് കൊടുത്തിട്ടുള്ളത്. എല്ലാ റൂമിലും പിന്നെ ഇതേപോലെ ഒരു അലമാരകൾ കൊടുത്തിട്ടുണ്ട്. മരത്തിൻ്റെ അലമാരയാണ് കൊടുത്തിട്ടുള്ളത്. അതെല്ലാം പഴയ ആ ഒരു രീതിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. നല്ല ജനലുകൾ ചെയ്തത് നല്ലൊരു കർവായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഒക്കെ സിമ്പിളായിട്ട് നല്ല സൗകര്യമുള്ള ഒരു ബെഡ്റൂം. ഫാന് വാൾ ഫാനാണ് കൊടുത്തിട്ടുള്ളത്. അടുത്ത റൂമിലേക്ക് പോയാൽ അടുത്ത റൂം അതും സീലിംഗ് ചെയ്തിട്ട് ബെഡ്റൂമാണ് കൊടുത്തിട്ടുള്ളത്. ഒരു ടേബിളുണ്ട്, എല്ലാ സൗകര്യങ്ങളോടും കൂടി. അത് കഴിഞ്ഞ് നേരെ വന്നു കഴിഞ്ഞാൽ നേരെ ഒരു വാഷ് ബേസിൻ, അതേപോലെ ഒരു അടുക്കളയല്ല, ഒരു ബാത്റൂം. നല്ല അടിപൊളി ഒരു ബാത്റൂം. അതിൽ ആസ്പെറ്റോ ഷീറ്റാണ് ഇട്ടിട്ടുള്ളത്. അത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നേരെ ഇവിടെ ഒരു ചെറിയൊരു കിച്ചൺ. ഇതിൽ ഒരു കിച്ചൺ, അതേപോലെ ഇരിക്കാനുള്ള സൗകര്യങ്ങൾ, നമ്മുടെ കറങ്ങുന്ന പോലത്തെ കസേരകൾ. ഇവിടെ ഒരു ബെഡ്റൂം. ഇവിടെ സ്റ്റോർ റൂം പോലെ കേട്ടോ.
ഇത് അടുക്കള കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങി. പുറത്തേക്കൊരു ചാഴ്പ്പ് പോലെ, അതായത് പുറത്തേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ഈ അതിൽ കാണുന്ന ഏറ്റവും ഭംഗിയുള്ള കാര്യം ഒരു അമ്മി അവിടെ തന്നെ ഉണ്ട്. അമ്മിക്കല്ല്. ഇതിന് നിങ്ങളുടെ നാട്ടിൽ എന്തൊക്കെയാണ് പറയുക എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക. ഇതാണ് അമ്മിക്കുട്ടി, അമ്മിക്കുട്ടി, അരക്കല്ല്. എല്ലാം മോഡിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. പുറത്തേക്കുള്ള ഒരു വ്യൂ ഏരിയയാണിത്. അത് കഴിഞ്ഞ് നേരെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ പുറത്ത് 2 ബാത്റൂമാണ്. അതേപോലെ നേരെ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ നല്ലൊരു വൈബ് ഏരിയ കേട്ടോ. വേറൊന്നുമല്ല, ഒരു ചെറിയൊരു കുഞ്ഞിക്കുളം. ഈ കുഞ്ഞിക്കുളത്തിൻ്റെ അപ്പുറത്തെ സൈഡ് കണ്ടില്ല, ഇവിടേക്ക് ഒരു കുഞ്ഞിക്കുളം. അവിടുന്ന് വെള്ളം വന്നിട്ടുണ്ട്. ഈ കുളം മാത്രമല്ല വെള്ളം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ വീടിൻ്റെ കാഴ്ചകളൊക്കെ നമുക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകൾ. നമുക്ക് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കഴിക്കണം. അത് കഴിഞ്ഞ് ഈ വീടിൻ്റെ ഫ്രണ്ടിൽ കണ്ടില്ല, ഫ്രണ്ടിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ പുഴയാണ്. നല്ല ഭംഗിയുള്ള പുഴ, നല്ല ഒഴുക്കുണ്ട് കേട്ടോ. കുറച്ച് കാലം അത് നല്ലോണം വെള്ളം വരുന്ന സമയത്ത് വീടിൻ്റെ നമുക്കെന്തായാലും ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതായത് ഒന്ന് നമ്മുടെ പഴയ ഓടിച്ച പോലത്തെ ഒരു വീട്, അതേപോലെ എല്ലാവർക്കും നെസ്റ്റാലിക്കായിട്ടുള്ള ഒരു ഫീലിംഗ് കിട്ടുന്ന രീതിയിൽ. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് വീടൊക്കെ ഉണ്ട്. ഇതൊരു കുളം മാത്രമല്ല, അതേപോലെ ഇതിൻ്റെ ബാക്കിലൊരു ഈ കാണുന്ന കുളത്തിൻ്റെ ബാക്ക് വശത്ത് ഇവിടെ ഒരു പുഴ പോലെ, അതായത് പുഴ അരുവി. മൊത്തത്തിൽ വെള്ളം ഇങ്ങനെ ഒരുപാട് ഈ വീട്ടിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ തൊട്ട് ഭാഗത്തിൻ്റെ ബാക്ക് കൂടെ ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നത് നല്ല ഭംഗിയായിട്ട് തന്നെ കാണുന്നത്. ഇതൊരു ചെറിയൊരു വെള്ളം ചാടിയിട്ട് വരുന്ന ഏരിയ തന്നെയാണ്. മേലെ നിന്ന് വെള്ളം ചാടിയിട്ട് വെള്ളത്തിൻ്റെ ഇറങ്ങി വരുന്ന ഒരു ഏരിയയാണ് ഈ കാണുന്ന ഭാഗത്ത്. അതായത് വീടിൻ്റെ കുളം വലത് ഭാഗത്ത് അവിടെ താഴത്ത് കുളമുണ്ട്. അടിപൊളി കുളം തന്നെയാണ് കാണാൻ. വലിയൊരു കുളവും അതിൽ 2-3 ആമ്പൽപ്പൂ, നല്ല വൈബ്. ഒരു റിസോർട്ടിനൊക്കെ പറ്റിയൊരു ഏരിയ പോലെ, അതായത് എല്ലാ സ്ഥലത്തും തന്നെയുള്ളൊരു അത് മേലെ നമ്മുടെ വെള്ളം തന്നെയാണ് വന്നത്. താമര വിരിഞ്ഞ് നിൽക്കുന്നുണ്ട്, അതായത് ഭംഗി തന്നെ കാണുന്നുണ്ട്. അതായത് ഈ ഒരു ഭാഗത്ത് ഒരുപാട് വെള്ളപ്പൊക്കവും വെള്ളം വരുന്നുണ്ട്. മൊത്തത്തിൽ ഇവിടെ വെള്ളത്തിൻ്റെ ഒരു സൗണ്ട് ഇങ്ങനെ അലയടിച്ചുകൊണ്ട് എല്ലാ വെള്ളവും കുടിക്കാൻ പറ്റുന്ന എല്ലാ സൈഡിൽ കൂടിയും വീടിൻ്റെ എല്ലാ ഭാഗത്തും ഇങ്ങനെ മലയിലുള്ള വെള്ളമായതുകൊണ്ട് ആരവത്തിൻ്റെ സൗണ്ട് ഉണ്ട്. ഇതിന് നേരെ മേലായിട്ട് ഒരു മല ഉണ്ട്, നല്ല ഭംഗിയിലൊരു മല. കൗങ്ങിൻ്റെ കൃഷിയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. കൗങ്ങിൻ്റെ നിങ്ങൾക്കപ്പോൾ ഇതിനെ പറ്റിയുള്ള മലയുണ്ട്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഇങ്ങനെ ഇരിക്കുന്നത്. നിങ്ങൾ തരുന്ന ഓരോ സപ്പോർട്ടുമാണ് നമ്മുടെ വിജയം. ഇപ്പോൾ ഒരുപാട് നിങ്ങൾ തന്ന സപ്പോർട്ടിലാണ്